നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത്? മെറ്റീരിയൽ യൂസേജ്, മെറ്റീരിയൽ പ്രൈസും മെറ്റീരിയൽ കോസ്റ്റും തന്നെയാണ് കാണാനുള്ളത്. നമുക്ക് എല്ലാ മെറ്റീരിയൽ പ്രൈസും മെറ്റീരിയൽ യൂസേജും മെറ്റീരിയൽ വേരിയൻസ് ഒക്കെ മെറ്റീരിയൽ യൂസേജ്, മെറ്റീരിയൽ പ്രൈസും മെറ്റീരിയൽ കോസ്റ്റും ആയിരിക്കും കാണാനുണ്ടാവുക. ചിലപ്പോൾ മെറ്റീരിയൽ വേരിയൻസ് മാത്രം തരും. അപ്പോൾ നമ്മൾ മൂന്നും കാണണം. അപ്പം നമുക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് മാറുന്നത് വെച്ചാൽ നമുക്ക് തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് മാറുന്നത് കേട്ടോ. അപ്പം നോക്കുക, ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷൻസ് തന്നത്? എ മാനുഫാക്ചറിങ് കൺസേൺ വിച്ച് ഹാസ് അഡോപ്റ്റഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് furnishes the following information. സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് തന്നത് നോക്ക്. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഫോർ 70 kg ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് 100 kg ആണ്. പ്രൈസ് ഓഫ് മെറ്റീരിയൽ ₹1 ആണ് പെർ kgക്ക്. ആക്ച്വൽ എന്താണ്? ഔട്ട്പുട്ട് എത്രയാണ്? 2,10,000 ആണ്. മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് 2,80,000 ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 2,52,000 ആണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നത്. ഈ തന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കണം? മെറ്റീരിയൽ യൂസേജും മെറ്റീരിയൽ പ്രൈസും മെറ്റീരിയൽ കോസ്റ്റും കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കാണാനുള്ള മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, മെറ്റീരിയൽ പ്രൈസ്, മെറ്റീരിയൽ കോസ്റ്റാണ് കാണാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ യൂസേജ് കാണാം. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മെറ്റീരിയൽ യൂസേജിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് നമുക്കിത് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. എത്ര നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി നമുക്ക് നോക്കാം. നമുക്കിവിടെ എത്ര സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത്? ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൈസ് കാണണമല്ലോ. ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ് തന്നത്? നമ്മൾ നോക്ക്, സ്റ്റാൻഡേർഡിൻ്റെ എത്രയാണ് പ്രൈസ്? ₹1 അല്ലേ. സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? ₹1 ആണ്. അപ്പോൾ നമുക്ക് തന്ന ഇൻഫർമേഷൻസ് ചെയ്താൽ സ്റ്റാൻഡേർഡ് പ്രൈസ് ഈക്വൽ ടു ₹1 ആണ് പെർ kgക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണെന്ന് മനസ്സിലായി? ₹1 ആണ് നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നെ നെക്സ്റ്റ് നമ്മൾക്ക് എന്താ കാണണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കാണണം അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നെന്താ? മെറ്റീരിയൽ ഫോർ 70 kg ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് എത്ര kg ആണ് പറഞ്ഞത്? എത്രയാണുള്ളത്? 100 kg എന്നാണ് പറഞ്ഞത്. അതായത് 70 kg ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന് 100 kg ആണ് സ്റ്റാൻഡേർഡ്. അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ 1 kgക്ക് ₹1. ഇത് 70 kg ഫിനിഷ്ഡ് മെറ്റീരിയൽ ഫോർ 70 kg ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ് 100 kg. അതിന് ഒരു ഇതിന് എത്രയാണ് പറഞ്ഞത്? ₹1 ആണ് ഒരു kgക്ക് എന്ന് പറഞ്ഞല്ലേ. പിന്നെ അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് പറഞ്ഞത്. അപ്പം പിന്നെ നമുക്ക് തന്ന ഇൻഫർമേഷൻസ് എന്താ? ആക്ച്വലിൻ്റെ ആണ് അല്ലേ. ആക്ച്വൽ എത്രയാണെന്ന് പറഞ്ഞത്? ഔട്ട്പുട്ട് എത്രയാണ് പറഞ്ഞത്? 2,10,000 ആണ് നമുക്ക് ഔട്ട്പുട്ട് ഉള്ളത്. പിന്നെ മെറ്റീരിയൽ യൂസ്ഡ് എത്രയാണെന്ന് പറഞ്ഞാൽ 2,80,000 ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തത്. പിന്നെ നമ്മളോട് പറഞ്ഞെന്താണ്? കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞത്? 2,52,000 ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇത് മൊത്തം ടോട്ടൽ kgsലാണ്. മറ്റേത് കുറേ പെർ കോസ്റ്റിലും കുറേ kgയിലും അങ്ങനെയൊക്കെയല്ലേ സ്റ്റാൻഡേർഡിൽ തന്നത്. അപ്പോൾ നമുക്കൊക്കെ എന്താക്കണം? ഒരുപോലെ ആക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ, ഇവിടെ സ്റ്റാൻഡേർഡിൽ മെറ്റീരിയലാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ 70 kg പ്രൊഡക്റ്റിൻ്റെ എത്രയാണ്? 100 ആണ് അല്ലേ. 100 kg ആണ്. ആക്ച്വലി ശരിക്കും നമുക്ക് എത്ര kg പ്രൊഡക്റ്റ് ആണ് വേണ്ടത്? നമുക്ക് 2,10,000 kg നമുക്ക് എന്താണ് വേണം. അതിന് വേണ്ടിയിട്ട് ആക്ച്വൽ മെറ്റീരിയൽ യൂസ് ചെയ്ത് എത്രയാണ്? 2,80,000. നമ്മളിവിടെ പറഞ്ഞെന്താണ്? സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ എത്ര പ്രൊഡക്റ്റിൻ്റെ നമ്മൾ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ 70 kg പ്രൊഡക്റ്റിൻ്റെ, അതായത് 70 kg പ്രൊഡക്റ്റിന് ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടാണ് എത്രയാണെന്ന് പറഞ്ഞത്? 100. 70 kgൻ്റെതാണ് നമുക്കിവിടെ 100 ആണ് പറഞ്ഞത്. ശരിക്കും നമുക്ക് എത്രയാണ് മെറ്റീരിയൽ, എത്രേൻ്റെതാണ് നമുക്ക് വേണ്ടത്? 2,10,000 ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മെറ്റീരിയലാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്? കാരണം ശരിക്കുള്ള ഔട്ട്പുട്ട് എത്രയാണ്? 2,10,000 ആണ്. ഇവിടെ എത്ര മാത്രമേ നമ്മൾ ഈ പ്രൊഡക്റ്റിന് നമ്മൾ ഉദ്ദേശിച്ചത് ഔട്ട്പുട്ടിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട ആ ഭാഷകളാണ്. മെറ്റീരിയൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്
പ്രൊഡക്റ്റ് ആണല്ലോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. നമ്മൾ ഒരു മെറ്റീരിയലോട് നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രൊഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനെയാണ് ഇവിടെ ഔട്ട്പുട്ടായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ശരിക്കും എത്രയാണ് ഔട്ട്പുട്ട് വേണ്ടത്? 2,10,000 ഔട്ട്പുട്ട് വേണം. അത്രയും ഔട്ട്പുട്ട് വേണം. അപ്പോൾ അത്രയും ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എത്ര മെറ്റീരിയലാണ് ശരിക്കും യൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞത് 70 kg പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 100 യൂസ് ചെയ്തത്. പക്ഷേ ശരിക്കും നമുക്ക് എത്ര വേണം? 2,10,000 വേണം അല്ലേ. അതായത് സ്റ്റാൻഡേർഡ് ഇത്രയും ആക്ച്വൽ എത്രയായാലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ടും എന്താക്കണം? സെയിം ആക്കണം. അപ്പോൾ നമുക്ക് എന്താണ് 2,10,000 kg പ്രൊഡക്റ്റ്, അതായത് ഔട്ട്പുട്ട് കിട്ടണം. അത്രയും ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി എത്ര മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. ഇവിടെ 70 പറഞ്ഞിട്ടുള്ളൂ. 2,10,000 കിട്ടാൻ വേണ്ടിയിട്ട് എത്രയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക? സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഫോർ 2,10,000 2,10,000 കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വേണമെന്ന്, 2,10,000 kg കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വേണം? അവിടെ 70 അല്ല, 2,10,000 കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വേണം നോക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യാം? 2,10,000 ഇൻറ്റു എത്രയാണ് ഇവിടെ തന്നത്? എത്രയാണ് നമുക്കിവിടെ 70ക്ക് തന്നത്? 100 ഡിവൈഡഡ് ബൈ എത്രേൻ്റെതാണ്? 70. നമുക്ക് എത്രയാണോ ഇവിടെ തന്നതെന്ന് വെച്ചാൽ അതേ ഡിവൈഡ് ബൈ എത്രേൻ്റെതാണോ അത്. അങ്ങനെ കേട്ടോ നമ്മൾ ചെയ്യുക. നമുക്ക് എത്രേൻ്റെതാണ് കാണാനുള്ളത്, അതായത് 2,10,000 kgൻ്റെയാണ് കാണാനുള്ളത്. അപ്പോൾ 2,10,000 kg ഇൻറ്റു 70ക്ക് എത്രയായിരുന്നു? 100 ഡിവൈഡഡ് ബൈ 70. 70ൻ്റെതാണല്ലോ 100. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 lakh കിട്ടി അല്ലേ. സോറി 3 lakh കിട്ടി. 3 lakh kg കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്റ്റാൻഡേർഡിൽ. ഇപ്പോൾ ആക്ച്വലാണെങ്കിൽ 2,10,000 എത്രയാണ് വേണ്ടത്? 2,80,000 ആണ് വേണ്ടത്. സ്റ്റാൻഡേർഡിലാവുമ്പോൾ 2,10,000 നമുക്ക് എത്ര വേണ്ടി വരും? പ്രോഡക്റ്റ് എത്ര വേണ്ടി വരും? മെറ്റീരിയൽ എത്ര യൂസ് ചെയ്യേണ്ടി വരും? 3 lakh വേണ്ടി വരും. നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് എന്താക്കാം? ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി കിട്ടി. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ യൂസേജിൻ്റെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഈക്വൽ ടു പെർ കോസ്റ്റ് പെർ സ്റ്റാൻഡേർഡ് പെർ എത്രയാണ്? 1 ആണ്. ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇപ്പോൾ നമുക്ക് കിട്ടി എത്രയാണ്? 3 lakh അല്ലേ. മൈനസ് എത്രയാണ്? ആക്ച്വൽ എത്രയാണ്? 2,80,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? RS 20,000 കിട്ടും. ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഫേവറബിൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കിട്ടി. എന്താണ്? മെറ്റീരിയൽ യൂസേജിൻ്റെ കിട്ടി. നമുക്ക് എന്താ കാണാനുള്ളത്? നെക്സ്റ്റ് നമുക്ക് മെറ്റീരിയൽ ഏത് കാണണം? മെറ്റീരിയൽ പ്രൈസ് കാണണം. അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് ചെയ്താൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അപ്പോൾ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് വരുമ്പോൾ എപ്പോഴും നമ്മൾ പെർ കോസ്റ്റിലാണ് കാണുക അല്ലേ. പെർ കോസ്റ്റിലാണ് നമ്മൾ എപ്പോഴും കാണുക. പ്രൈസ് വരുമ്പോൾ നമ്മൾ കാണും. ഈ പ്രൈസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നിൻ്റെത് എന്നാണ് കേട്ടോ. പ്രൈസിനെ സൂചിപ്പിക്കുന്നത് ഒന്നിനെയാണ് പ്രൈസ് സൂചിപ്പിക്കുന്നത്. ടോട്ടൽ ആകുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? ടോട്ടലാകുമ്പോൾ നമ്മൾ കോസ്റ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ പെർ യൂണിറ്റിനെയും ക്വാണ്ടിറ്റിനെയും കൂടി ഇൻറ്റു ചെയ്യുന്ന മൊത്തത്തിൽ വരുന്നതിന് നമ്മൾ കോസ്റ്റ് എന്നാണ് പറയുക. പെർ യൂണിറ്റിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് സൂചിപ്പിക്കുക. ഒരു യൂണിറ്റിൻ്റെ പൈസേനെയാണ് നമ്മൾ പ്രൈസ് എന്ന് സൂചിപ്പിക്കുക. മൊത്തത്തിലുള്ള യൂണിറ്റിൻ്റെ പൈസേനെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ പൈസേനെ നമ്മൾ പ്രൈസ് എന്ന് സൂചിപ്പിക്കും. മൊത്തത്തിലുള്ള യൂണിറ്റിൻ്റെ പൈസേനെ നമ്മൾ ക്വാണ്ടിറ്റി എന്ന് സൂചിപ്പിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്ക്, ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യനിലുണ്ട് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണുള്ളത്. ഇത് നമ്മൾ പറഞ്ഞ് എത്രയാണ് ആക്ച്വൽ ക്വാണ്ടിറ്റി?
80,000 ആണ് മെറ്റീരിയൽ യൂസ്ഡ്. അതാണല്ലോ നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്, മെറ്റീരിയൽ യൂസ്ഡ്. അപ്പോൾ 2,80,000. ഇനി സ്റ്റാൻഡേർഡ് പ്രൈസും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് 1 ആണ്. ആക്ച്വൽ പ്രൈസ് കാണണം അല്ലേ? ആക്ച്വൽ പ്രൈസ് നമ്മൾ എങ്ങനെയാണ് കാണുക? ടോട്ടൽ കോസ്റ്റ് ബൈ ടോട്ടൽ യൂണിറ്റ്. പ്രൈസ് പെർ kg ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ് വന്നത്? 2,52,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? 2,80,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? RS 0.90 നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്താക്കാം? ഈ ഇക്വേഷനിൽ നമുക്ക് എന്താക്കാം? അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി നമുക്കറിയാം എത്രയാണ്? 2,80,000 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ്? 1 മൈനസ് ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റ് 0.90. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? അപ്പോൾ നമുക്ക് RS 28,000 കിട്ടും. എത്രയാണ്? ഫേവറബിൾ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണണം. മൂന്നാമത് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈക്വൽ ടു എന്താണ്? നമ്മൾ ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസാണ്. സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണ്? നമ്മളിവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. എത്രയാണ്? 3 lakh ആണ് അല്ലേ? ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 1 ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കിട്ടി. എത്രയാണ്? 3 lakh തന്നെ. നമുക്ക് ആക്ച്വൽ കോസ്റ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 2,52,000 അല്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൻ്റെ ആ കോസ്റ്റ് ഓൾറെഡി തന്നിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 2,80,000 ആണ് നമ്മളെ എത്ര ഉള്ളത് മൊത്തമുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റി. അതിന് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ കോസ്റ്റ് കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കിയാലും എത്ര തന്നെ കിട്ടുള്ളൂ? 2,52,000 ആണ് കിട്ടുന്നത്. നമ്മൾ എങ്ങനെയാണ് ആക്ച്വൽ കാണുക? എങ്ങനെയാണ്? ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ആണ് ചെയ്യുക. ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണ്? 2,80,000 ഇൻറ്റു പ്രൈസ് പെർ യൂണിറ്റ് ആണല്ലോ ചെയ്യുക. അപ്പോൾ പ്രൈസ് പെർ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ല. എത്രയാണ്? 0.90. അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 2,52,000 തന്നെ കിട്ടുള്ളൂ. ഇത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് എഴുതാം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഈക്വൽ ടു എന്താണ്? ആക്ച്വൽ കോസ്റ്റ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എത്രയാണ്? 3 lakh അല്ല സോറി സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിച്ച് 3 lakh മൈനസ് മറ്റേത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 2,52,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് 48,000 കിട്ടും അല്ലേ? അതെന്താണ്? ഫേവറബിൾ ആണ്. കാരണം എന്താണ്? പോസിറ്റീവാണ് വന്നത്. അതുകൊണ്ട് ഫേവറബിൾ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് 3 നമ്മൾ കണ്ടുപിടിച്ചിട്ടോ.